ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാൻ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പക്ഷേ കുറേയൊക്കെ PSC വിദ്യാർത്ഥികൾ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ചെറുതല്ല, കുറച്ച് വലിയൊരു കാര്യമാണ്. ചിലർക്ക് അത് ചെറുതാവും, പക്ഷേ ചിലർക്ക് അത് വലുതാവും. എന്താന്ന് വെച്ചാൽ മടി. ഓക്കെ. ആം, ചില സമയത്ത് എന്നെയും വല്ലാണ്ട് ബാധിക്കുന്ന ഒരു വിഷയമാണിത്. എന്നാൽ ചിലരൊന്നും അത് ബാധിക്കുന്നുണ്ടാവില്ല. ചിലവർ വന്നിട്ട് മടി പിടിച്ച് അങ്ങനെ വയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, നമുക്കിങ്ങനെ ഈ ഒരു സംഭവത്തിന് നമ്മുടെ ലൈഫിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് മാറ്റാം. പിന്നെ കുറച്ച് കാലത്തേക്ക് ഇതിനോട് എങ്ങനെ ബൈ പറയാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ തീരെ മടിയില്ലാണ്ടാണ് കാണുന്നത് വെച്ചാൽ നിങ്ങൾ കാണുക വേണ്ട. ഓക്കെ, യു ആർ അടിപൊളി. ഓക്കെ. പക്ഷെ കുറച്ചൊക്കെ മടി പിടിച്ച് എന്നെ പോലെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ട നല്ലതായിരിക്കും. ഞാൻ കുറച്ചൊക്കെ ലൈക്ക് എൻ്റെ ലൈഫിൽ കുറച്ചൊക്കെ ചേഞ്ചസ് ഈ കുറച്ച് ടെക്നിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഫുള്ളി മാറി ഞാൻ ഭയങ്കര അടിപൊളി ഒരാളായി എന്നൊന്നും ഞാൻ പറയണില്ല. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ കുറച്ച് ചേഞ്ചസൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ടെക്നിക്സ് ഞാൻ മീൻസ് നടത്തുന്ന സമയത്ത് ലൈഫിൽ വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പം അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാമിന് ഇനി എത്ര സമയമുണ്ട്, ആ സമയം ശരിക്കും നിങ്ങൾ ഫുൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ മതിയാവുമോ? അല്ലല്ലോ. ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ അടുത്ത LDക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കൊല്ലമുണ്ട്. ഒരു കൊല്ലം കൊണ്ട് നല്ല വൃത്തിക്ക് നിങ്ങളെ പഠനം തീർക്കാമല്ലോ. ഇനിയിപ്പോൾ വരുന്ന കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ. കമ്പനി ബോർഡ് LGS ഏകദേശം ഒരു ഒക്ടോബർ നവംബറിലാണ് എക്സാം നടക്കുന്നത്, അല്ലെങ്കിൽ ഡിസംബറിലാണ് എക്സാം നടക്കുന്നത് ചിന്തിക്കുക. എത്ര മാസമാണ് നിങ്ങൾക്ക് മുൻപിൽ? ഓക്കെ. അല്ലെങ്കിൽ VFA ആയിക്കോട്ടെ. VFAക്ക് എത്ര ദിവസമാണ് നിങ്ങളുടെ മുന്നിൽ? അപ്പം ഒരു 70 ദിവസമൊക്കെ അല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ എക്സാമിനും നമുക്കറിയാം ഇത്ര സമയമുള്ളൂ നമ്മുടെ മുന്നിൽ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഏത് എക്സാം ആയിക്കോട്ടെ. ഇപ്പോൾ വരുന്ന കമ്പനി ബോർഡ് LGS ആണെങ്കിലും ശരി, ഇനി വരുന്ന VFA ആണെങ്കിലും LD ആണെങ്കിലും ഡിഗ്രി അല്ലെങ്കിൽ മെയിൻസ് ആണെങ്കിലും ശരി, ഏത് എക്സാം ആണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾ, അതായത് വീട്ടിലിരുന്ന് ഫുള്ളി സെൽഫ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റണം കേട്ടോ. ഞാൻ പറയണത് ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ ഹിസ്റ്ററി, വൈകുന്നേരം ജിയോഗ്രഫി, മിഡ് ടൈമിൽ എന്തെങ്കിലും വേറെ സബ്ജക്റ്റ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസം എന്തൊക്കെ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് കൃത്യമായിട്ട് എഴുതി പോകേണ്ടത്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എടുക്കുന്ന LDക്കൊക്കെ, അതായത് 2027 ഏകദേശം ഒരു ജൂലൈ ഓഗസ്റ്റ് കഴിഞ്ഞ തവണത്തെ പോലെയാണ് ഇക്കൊല്ലം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ ലാസ്റ്റ് മുതലൊക്കെ ആയിരിക്കും മേ ബി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുവരേക്കുള്ള, അതായത് ഏകദേശം ഒരു 365 ദിവസത്തേക്ക് ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു പാടല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വേണ്ട. നിങ്ങൾ അടുത്ത LDക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാമല്ലോ. അതായത് നിങ്ങൾ ലാസ്റ്റത്തെ ഒരു 2 മാസം ഫുള്ള് ഇതിന് മോക്ക് ടെസ്റ്റ് PYQ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി പഠിക്കാത്ത ഭാഗങ്ങളല്ല, എന്താ കുറച്ചും കൂടി PYQs ആൻഡ് മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ. അതിന് മുൻപുള്ള മാസങ്ങൾ എത്ര ഉണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കിയേ. അപ്പത്തിന് മാസങ്ങൾ 2 മാസം കുറഞ്ഞു കേട്ടോ. അതായത് ഒരു വർഷത്തു നിന്ന് 2 മാസം പിന്നെ കുറഞ്ഞു. അപ്പോൾ അത് 10 മാസം പിന്നെ മുന്നുള്ളൂ. നിങ്ങൾ അതിൻ്റെ ഇടയിൽ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഈ ഇത്ര ടൈം ഉണ്ടല്ലോ, ഈ ടൈമിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം ഉണ്ട് നോക്കുക. അതായത് ഇപ്പോൾ 5 മാസം 5 മാസം. ഈ ഫസ്റ്റത്തെ 5 മാസം നിങ്ങൾ ഫുള്ളായിട്ട് ഒരു തവണ പഠിക്കുന്നു. രണ്ടാമത് ബാക്കി 5 മാസം നിങ്ങൾ രണ്ടാമത് ഒരു തവണ കൂടി റിവൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അടിപൊളിയില്ലേ? അപ്പം നിങ്ങൾ ശരിക്കും അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് ഇനി വരുന്ന ആ 5 മാസത്തിന് വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ. ഈ 5 മാസം ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ മാസങ്ങളിൽ പഠിക്കുന്നുണ്ടാവും? ഈ വരുന്ന 5 മാസങ്ങളിൽ ചിലപ്പം ജൂലൈ മാസത്തിൽ, ഓക്കെ, ജൂലൈ മാസത്തിൽ ചിലപ്പോൾ 2 സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവും. അടുത്ത മാസം വേറെ 2 സബ്ജക്റ്റ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം നിങ്ങൾ കൊടുക്കുക. ഓക്കെ. അതുപ്രകാരം ദിവസവും പഠിച്ചു പോവുക. ഇങ്ങനെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ? ഒരു ഗുണമാണുള്ളത്. നമ്മൾ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട്, അല്ലെങ്കിൽ മടി കാരണം, നമ്മളുടെ മടി കാരണം നമ്മൾ പഠിക്കുന്നില്ല എന്ന് കരുതുക. ഓക്കെ. സിറ്റുവേഷൻസ് ഒന്നുമല്ല, കാരണം മടി കാരണം മറന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു തോന്നലൊരു, അയ്യോ ഈ ഒരു പോർഷൻ തീർക്കാനുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഈ പോർഷൻ തീർക്കുക? ഇതെനിക്ക് പറ്റൂലല്ലോ. ഒരു ദിവസം ഞാൻ ലാഗ് ആയി കഴിഞ്ഞാൽ എനിക്ക് നാളെ അതിൻ്റെ കൂടെ ഇതും കൂടി പഠിക്കാനുണ്ടാവില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് കൂടുതൽ ഇങ്ങനെ ബേർഡൻ ആവുക ചെയ്യുക. അപ്പോൾ ഇതിനെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പഠിച്ചു പോകണമല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് ശരിക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഗുണം കേട്ടോ. അതാണ് മെയിൻലി ഉള്ള ഗുണം. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കാനും ഈ ഒരു ടൈം ടേബിൾ ഉപകാരപ്പെടും. ഓക്കെ. പിന്നെ അടുത്ത കാര്യം, നിങ്ങൾക്ക് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് മടി ഉണ്ടാവുക? അതായത് പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. പിന്നെ ചോദിക്കുക, അയ്യോ വേണ്ട നാളെ ആവട്ടെ, അങ്ങനെ ഒരു തോന്നൽ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അത് എനിക്ക് ചില സമയത്ത് ഭയങ്കര മടി പിടിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്ന കേട്ടോ. എനിക്കിങ്ങനെ മടി പിടിക്കുമ്പോൾ ഇങ്ങനെ, അയ്യോ വേണ്ട നാളെ ആക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം എന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ പിന്നെ വിചാരിക്കും, ഒരു 5 സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക,
അയ്യോ പഠിക്കില്ല, അയ്യോ എനിക്ക് പഠിക്കാനുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾ വേറൊന്നും ചിന്തിക്കരുത്. അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കരുത്. വേഗം എണീക്കുന്നു, ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണീക്കുന്നു, ഫുഡ് മീൻസ് വേഗം ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വേഗം ഒന്ന് ടേബിളിൽ വന്നിരുന്ന് പഠിക്കാൻ നോക്കുന്നു. വേറൊന്നും ചിന്തിക്കുന്നില്ല. അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് തന്നെ ആ ഒരു 2 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് എന്നുള്ളൊരു ടൈം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ തന്നെ പഠിക്കാതിരിക്കാനുള്ള കുറച്ച് റീസൺസ് കണ്ടുപിടിക്കും കേട്ടോ. വേണ്ട നാളെ ആവട്ടെ, അല്ലെങ്കിൽ ഇത്രയും ടൈം ഉണ്ടല്ലോ എന്നുള്ള കുറേ റീസൺസ് നിങ്ങളുടെ മനസ്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ വെറുതെ അതിന് നിൽക്കണ്ട. എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് ആ ടൈം അങ്ങ് ബുക്ക് എടുക്കുക, പഠിക്കാനിരിക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്നാ തോന്നുന്നത്. പിന്നെ അടുത്ത കാര്യം, നിങ്ങളിൽ പഠിക്കാനിരിക്കുന്ന ഒരു ഏരിയ കുറച്ച് നല്ല ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ അവിടെ പഠിക്കാൻ ഇരിക്കുന്ന സമയത്തില്ലേ നമ്മൾ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സംഭവം, ഏത് എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ നേരെ മീൻസ് നമ്മൾ കാണുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറാതിരിക്കും തോന്നണം. നമുക്കതിങ്ങനെ കാണുമ്പോൾ അയ്യോ ഞാൻ അന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മൾ റാങ്ക് നമ്മൾ എത്ര റാങ്കാണോ ആഗ്രഹിക്കുന്നത് അത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. കുറച്ചൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നണേ. കാരണം അപ്പോൾ നമുക്ക് തന്നെ തോന്നൂലേ, എന്താ അയ്യോ ഞാൻ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും വർക്ക് ചെയ്യണില്ലല്ലോ എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവും. ഓക്കെ. പിന്നെ അടുത്ത കാര്യം, നിങ്ങൾ ഇൻസ്റ്റ ഉണ്ടാവും, യൂട്യൂബിലുണ്ടാവുമല്ലോ ഷോർട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ലേ. പഠിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു മീൻസ് ആ ഒരു വ്യാജേന നിങ്ങളിതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നിങ്ങൾ എത്ര നേരം ഇൻസ്റ്റയിൽ ഇങ്ങനെ മീൻസ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല ഞാൻ പറയണത്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. യൂട്യൂബിൽ ഉണ്ടെന്ന് പറയുമ്പം ഷോർട്സിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ. പക്ഷേ അത് നിങ്ങൾ അനാവശ്യമായിട്ട് എന്തൊക്കെയാണ് കാണുന്നത്. ഓക്കെ. ഓരോ അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ ഇൻ ദ സെൻസ് മീൻസ് ആവശ്യമല്ലാത്ത, ഒട്ടും നമ്മളെ ഒരു തരത്തിലും നമ്മളെ ബാധിക്കാൻ സാധ്യതയില്ലാത്ത വല്ലവരുടെയും വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. കുറേ റിയാക്ഷൻ വീഡിയോസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടുപോകുന്നുണ്ടാവും. പക്ഷേ എന്ത് പർപ്പസാണ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ന്യൂസുകളും ചർച്ചകളും പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഈ റീൽസൊക്കെ വല്ലാതെ കാണുമ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു ടൈം കൊടുക്കുക. ഓക്കെ. ഇപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഇതിനു വേണ്ടി ഞാൻ ഈ മീൻസ് ഫുള്ളി ഇൻസ്റ്റാഗ്രാം അങ്ങ് ഒഴിവാക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിനൊക്കെ വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളതൊന്ന് ശരിക്കും ചിന്തിച്ച് നോക്കിയേ. നമ്മളൊരു റീൽ ഫുള്ളായിട്ട് ഇരുന്ന് കാണുമോ? ഞാൻ ഈ ഇൻസ്റ്റ നല്ലോണം യൂസ് ചെയ്തൊരു ടൈമുണ്ട്. ആ സമയത്ത് ഞാൻ വന്നിട്ട് മീൻസ് ഒരു വീഡിയോ ഫുള്ളായിട്ട് പോലും കാണാനുള്ള ക്ഷമ എനിക്കുണ്ടാവില്ല. അങ്ങനെ ഈ ക്ഷമ ഇല്ലാതായി. എനിക്ക് ഒന്നിനോടൊരു ക്ഷമ ഇല്ലാതായി. ഇപ്പോഴും ആ ഒരു സംഭവത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എനിക്കുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഫുള്ളായിട്ട് ഒരു സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുപ്പത്തൊന്നും ഇത്രയും പ്രശ്നം എനിക്കുണ്ടായെന്ന് തോന്നുന്നില്ല. ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഈ റീലുമായിട്ട് വലിയൊരു ബന്ധമില്ലാത്ത ഒരു കാലത്ത് ഇത്രയും നമുക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ്, നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ റീലുകൾക്ക് അതിനൊരു വലിയ പങ്കുണ്ട്. നമുക്കെന്തോ പെട്ടെന്ന് കിട്ടും അല്ല പെട്ടെന്ന് തീരും എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മളുടെ മൈൻഡ് അങ്ങനെ റെഡിയായി തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചിന്തയിലായി തോന്നുന്നുണ്ട്. അപ്പം അത് ഒന്ന് ലൈക്ക് ഒന്ന് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിലെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷേ അത് വെച്ച് നിങ്ങൾ തീരെ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയില്ല. കുറച്ചൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആവാം. അത്രയും സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് ഒക്കെ നോക്കുക, ഒരു 2 മിനിറ്റ് ഒക്കെ നോക്കുക. അങ്ങനെ അത് നമുക്ക് തന്നെ ഒരു കൺട്രോൾ വേണം. ചിലപ്പോൾ നമ്മൾ ഈ 2 മിനിറ്റ് നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചിലപ്പോൾ അത് 2 മണിക്കൂറോ 3 മണിക്കൂറോ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കരുത്. ഓക്കെ. ഇതൊക്കെ നമുക്ക് ജോലി കിട്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഇനി ജോലി കിട്ടും എന്ന് ഉറപ്പുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി കിട്ടും. നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമും പിന്നെ ജോലി കിട്ടിയതിന് ശേഷം അത് ഫ്രീ ആയിട്ട് വന്ന് ജോലി കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോഴൊക്കെ രസമാണ്. പക്ഷേ അതിന് മുന്നേ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി കിട്ടുന്നതിൽ നിന്ന് എത്ര ദൂരെയാണ് എന്ന് ചിന്തിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഈ റീൽ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ അവിടെ ഇരുന്നിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കാം അല്ലെങ്കിൽ റിവൈസ് ചെയ്യായിരിക്കും. അപ്പോൾ അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഇതായിരിക്കും, പേടിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാം. പിന്നെ എനിക്കുള്ളൊരു ശീലമായിരുന്നു കേട്ടോ. ചില ദിവസം രാവിലെ എണീക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രാവിലെ എണീക്കാൻ ഇഷ്ടം. ബട്ട് സ്റ്റിൽ ചില ദിവസങ്ങൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരും. അപ്പം എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എണീറ്റതിന് ശേഷം വീണ്ടും ചെന്നിട്ട് കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഉറങ്ങിയാലും വിഷയമാണ്. പക്ഷെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അയ്യോ ഉറക്കം വരുന്നല്ലോ എന്നുള്ളൊരു തോന്നലുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവില്ലേ. ചിലപ്പോൾ ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ദിവസം മൊത്തം പോകും. അപ്പോൾ ഞാൻ ചിന്തിക്കാം ഓക്കെ ഇത്ര എന്തായാലും ഞാനിപ്പോൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം പോകും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഞാൻ വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വല്ല പാട്ടുകളും
അല്ലെങ്കിൽ എന്തെങ്കിലും റീലുകളൊക്കെ ഉണ്ടാവില്ല. എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാറുള്ള റീലുകൾ എന്ന് പറയുന്നത് ഈ PSC ആസ്പിരൻസിന് വന്നിട്ട് ജോലി കിട്ടുന്ന സമയത്ത് അവരുടെ ലൈക്ക് ആ ഒരു എന്താ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് ഈ ലെറ്റർ വാങ്ങുന്ന ടൈപ്പ് വീഡിയോസ് ഉണ്ടാവില്ല. അയ്യോ! എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? മേ ബി ഞാൻ കാണാത്ത വീഡിയോസ് ഉണ്ടാവില്ല തോന്നുന്നു. ഓക്കെ. ഞാൻ യൂട്യൂബിലുള്ള ഏകദേശം എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് പുതിയ സാധനങ്ങൾ വരുന്നില്ല. ഞാനിത് കണ്ട കാര്യങ്ങൾ തന്നെ വീണ്ടും വരുള്ളൂ. അപ്പോൾ അത്രയും വീഡിയോസ് ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് അതും പ്രത്യേകിച്ച് ഈ രാവിലെയൊക്കെ എണീറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിങ്ങനെ വിഷമാവും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഓക്കെ. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരിക്കും. അതായത് അവര് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോയി ഇത് വാങ്ങുന്നത് മാത്രമൊന്നുമല്ല. അവരിങ്ങനെ കഷ്ടപ്പെട്ട ഒരു ജേർണിയും കൂടി അതിൽ കാണിച്ചിട്ടായിരിക്കും ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ഈ ഒരു ലെറ്റർ വാങ്ങുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തൊരു വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു സംഭവം. പിന്നെ അത് മാത്രമല്ല എന്നെ ചില പാട്ടുകൾ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ചില പാട്ടുകൾ രാവിലെ എണീറ്റിട്ട് നമ്മളിങ്ങനെ കേൾക്കുമ്പം അയ്യോ! അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് എന്ന് പറഞ്ഞാല് പോരാ. അത് ഭയങ്കരാണ്. ഓക്കെ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് തമിഴ് അത്യാവശ്യം മനസ്സിലാവുന്ന ഒരാളാട്ടോ. എനിക്കത് പറയാൻ അറിയില്ലെങ്കിലും എനിക്ക് തമിഴ് ഉം, എനിക്ക് കേട്ടാൽ മനസ്സിലാവും. നല്ലോണം മനസ്സിലാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. 'ഒവ്വൊരു പൂക്കളുമേ' എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഓക്കെ. ഓട്ടോഗ്രാഫ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു തമിഴ് സിനിമയാണ്. ആ സിനിമയിലൊരു പാട്ടാ. അത് അതില് ഭയങ്കര മീനിങ് ഉണ്ട്. അയ്യോ! അത് നിങ്ങള് ഇതുവരെ കേട്ടിട്ടില്ലാന്നുണ്ടെങ്കില് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഫ്രീ ആണ് വേറൊന്നും ചെയ്യുന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അയ്യോ! അത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. അതിനർത്ഥം നിങ്ങൾ മനസ്സിലായില്ലാന്നുണ്ടെങ്കിൽ അതിലെന്നെ ഒരു മീൻസ് ആ സോങ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോയിൽ ഇതിൽ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വേർഷൻ സംഭവമുണ്ട്. ട്രാൻസ്ലേറ്റഡ് ഇൻ ദ സെൻസ് പാട്ട് ട്രാൻസ്ലേറ്റഡ് ആയിട്ടൊന്നുമല്ല. അതിൽ പാട്ട് ലൈക്ക് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അതിൻ്റെ വരികൾ അതിൽ തന്നെ എഴുതി കാണിക്കുന്ന രീതിയിലൊരു സംഭവമുണ്ട്. അത് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിരുന്ന് അത് കേൾക്കും. അത് കേട്ട് കേട്ട് ചില സമയത്ത് ഇമോഷണലായിട്ട് കരയിൽ വരെ എൻ്റെ ഒരു ഹോബി ആയിരുന്നു ഒരു സമയത്ത്. പിന്നെ ഇപ്പം നിർത്തിയതാണത്. പിന്നെ അടുത്തത് പിന്നെ വേറൊരു പാട്ടുണ്ട്. അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ചിരിക്കുമായിരിക്കും. ബട്ട് സ്റ്റിൽ മറ്റേ സിംഗപ്പെണ്ണെ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ. ആ പാട്ട് എന്നെ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ പാട്ട് അത് നമ്മുടെ ലൈഫിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു സമയത്താണ് നമ്മളത് കാണുന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ നമുക്ക് സിമിലാരിറ്റി തോന്നും നമ്മളുമായിട്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സോങ്സ് ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന കുറേ പാട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇരുന്ന് കേട്ടൊക്കെ നോക്കുക. അപ്പം ചിലപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ മതിയായിരിക്കും ആ ഒരു പാട്ട് കേൾക്കുമ്പോഴൊക്കെ. ആ ഒരു പാട്ട് ചിലപ്പോൾ നമ്മളുടെ ആ ദിവസത്തെ മൂഡ് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. മേ ബി ആ ദിവസം മൊത്തം നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരുന്ന് കാണാൻ ചിലപ്പോൾ ഈ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ മാറ്റി വെക്കുന്നതിൽ വലിയൊരു പ്രശ്നമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ജോലി കിട്ടിയ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യില്ലേ? എങ്ങനെ പഠിച്ചു അല്ലെങ്കിൽ അവരെത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം കേൾക്കുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഈ എടുക്കുന്ന കഷ്ടപ്പാടൊന്നും ചെറുതല്ല ലൈക്ക് അത്ര വലിയ കാര്യമല്ല എന്ന് നമുക്കൊരു തോന്നലുണ്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ നോക്കുക. ഓക്കെ. അതൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എല്ലാ സമയത്തും ഇരുന്ന് കാണണം എന്നല്ല പറയുന്നത്. പിന്നെ ആ, ഒരു ടെക്നിക്കുണ്ട് പൊമോഡോറോ ടെക്നിക്ക് പറഞ്ഞിട്ട്. അത് വേറൊന്നുമല്ല. നമ്മൾ ഏകദേശം 25 മിനിറ്റ് അതായത് നമ്മളുടെ ഒരു കോൺസെൻട്രേഷൻ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഏകദേശം ഒരു 25 മിനിറ്റ് നമ്മൾ ശരിക്കും ഇരുന്ന് പഠിക്കുക. വേറൊരു ഡൈവേർഷൻസും വേറൊരു കാര്യമില്ലാതെ നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ഇരുന്ന് പഠിക്കുക. ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. എന്നിട്ട് 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക. ഓക്കെ. പിന്നെയും ഇതേപോലെ തന്നെ 25 മിനിറ്റ് ഇരുന്ന് പഠിക്കുക. വേറൊന്നും ചിന്തിക്കില്ല. ഫുൾ ഇരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു മൈൻഡിലൊരു സംഭവമില്ലാതെ ഇരുന്ന് പഠിക്കുന്നു. വീണ്ടും ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. വീണ്ടും 25 മിനിറ്റ് അങ്ങനെ. അതിൻ്റെ ടൈം വേണമെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ കൂട്ടി കൂട്ടി വരുന്നതിൽ വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ. നിങ്ങളെക്കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ടൈം ടേബിളൊന്നും ദയവ് ചെയ്ത് ഉണ്ടാക്കരുത്. നിങ്ങളെക്കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഉള്ള ഒരു ടൈം ടേബിൾ മാത്രം ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് തന്നെ നെഗറ്റീവ് അടിക്കുക. അയ്യോ ഇതൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ നമ്മളുടെ ടു ഡു ലിസ്റ്റ് എഴുതില്ലേ? ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് നമ്മളിങ്ങനെ ടിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ശരിക്കും ഉണ്ടാവും. അത് ദിവസം നമ്മളിങ്ങനെ ഫുള്ളി ടിക്കിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. പക്ഷേ നമ്മൾ അയ്യോ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ, ഇങ്ങനെ ഒന്ന് ടിക്കിടാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടു ഡു ലിസ്റ്റ് ഡെയിലി ഉണ്ടാക്കി നോക്കുന്നത് നല്ലതാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം തീരെ പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും ഒരു തിരക്ക് ഉണ്ടായി, നിങ്ങൾ അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടല്ലോ, ഒട്ടും പഠിക്കാതെ ഒരു അക്ഷരം പോലും പഠിക്കാതെ നിങ്ങളൊരു ദിവസം പോലും കിടക്കരുത്. ആ ഒരു ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു ഗ്യാപ്പായി മാറും. ഓക്കെ.
നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, മേ ബി നിങ്ങൾ ഒരു ക്ലാസ്സെങ്കിലും വെറുതെ ഓഡിയോ ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ, ഒട്ടും പഠിക്കാൻ പറ്റാത്ത ഒരു ദിവസം പോലും ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഇയർഫോൺ വെച്ചിട്ടെങ്കിലും ഓക്കെ ഒന്ന് കേൾക്കണം. ഓക്കെ. അത് ഒട്ടും നമ്മളുടെ ഒരു നമ്മുടെ ഈ ലക്ഷ്യത്തിന്ന് ഫുള്ളി മാറിയിട്ടില്ല. ഒരു ദിവസം പോലും അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല എന്ന് നമ്മളെ തന്നെ ബോധിപ്പിക്കുന്നത് കുറച്ചൊക്കെ നല്ലതാണ്. ഓക്കെ. പിന്നെ പഠിക്കുന്ന സമയത്തേ ഇപ്പം എനിക്ക് ടാബ് യൂസ് ചെയ്തിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് അത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടാബ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മാക്സിമം ഞാൻ എൻ്റെ ഫോൺ അടുത്ത് വെക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് രാവിലെകൾ ആരും എന്തായാലും കോൾ ചെയ്യില്ലല്ലോ. അത്ര കുറച്ച് നേരത്തേക്ക് എണീറ്റ് പഠിക്കാന്നുണ്ടെങ്കിൽ ആരും എന്നെ കോൾ ചെയ്യാൻ പോണില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ അടുത്തേ വെക്കില്ല. റൂമിലൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ വന്നിട്ട് സ്റ്റഡി ടേബിളിൽ ഇരുന്ന് പഠിക്കുക. അപ്പം മാക്സിമം നമ്മളുടെ ഫോൺ നമ്മളുടെ അടുത്തിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും നോക്കാൻ. മെയിൻലി എൻ്റെ ഫോണിലുള്ള വാട്സാപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഫോണിലാണുള്ളത്. ബാക്കി പഠിക്കാനുള്ള സംഭവങ്ങളാണ് അധികം എൻ്റെ ടാബിലുള്ളത്. അപ്പം ഞാൻ അപ്പോൾ എന്തായാലും ഇത് ടാബ് തുറന്നു കഴിഞ്ഞാൽ എന്തായാലും പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ നോക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ഫോൺ എന്തായാലും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഫോൺ എടുക്കുക. പിന്നെ അത് നോക്കി വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് എത്തും. അങ്ങനെ എത്തി ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ള കാര്യം പോലും ഞാൻ ഓർമ്മയില്ലാത്ത രീതിയിലാവും. അപ്പം ഞാൻ മാക്സിമം ഫോൺ അടുത്ത് വെക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ. പിന്നെ പിന്നെ അടുത്ത് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ മുൻപ് മറ്റേ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക. നമ്മൾ അതായത് നമ്മൾ നമ്മളെ തന്നെ ഉം, മറ്റുള്ളവർ നല്ലൊരു റാങ്ക് വാങ്ങി വേറൊരാൾ നമ്മളെ ചിലപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായിരിക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ നല്ലൊരു മികച്ച ഒരു റാങ്ക് വാങ്ങി, അല്ലെങ്കിൽ നമ്മൾ അവരെ കൂടെ തന്നെ ഇരുന്ന് പഠിച്ചൊരു ആളായിരിക്കും. അപ്പം നമുക്കൊരു നെഗറ്റീവ് അടിക്കും ചിലപ്പം. ഓഫ് കോഴ്സ് നെഗറ്റീവ് അടിക്കും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു അവർ അതേപോലെ തന്നെ കഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നത്, എന്നിട്ട് അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു ചിന്തകളൊക്കെ ചില സമയത്തൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ അത് കരുതിയിട്ട് നമ്മളെ തന്നെ എവിടെയും ചെന്ന് കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ. നിങ്ങൾക്ക് അറിയുള്ളൂ നിങ്ങളുടെ സാഹചര്യം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾ ഏതിലൂടെ കടന്നു പോകുന്നത്. എന്തോ ആയിക്കോട്ടെ. ചിലപ്പം ഒരു പ്രശ്നം ഉണ്ടാവില്ല. മേ ബി നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാവാം, ലൈക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. അപ്പം അതൊക്കെയാണ് നിങ്ങൾ മടി മാറ്റുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മടി മാറ്റുക എന്ന് പറയുമ്പം നമ്മൾക്ക് ആവശ്യമുണ്ട് ജോലി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ ഇരുന്നിട്ട് ഈ വീഡിയോ കാണുന്നത്. നമ്മൾ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എന്ത് കാര്യം മാറ്റി വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, ഇപ്പം നമുക്ക് ജോലി കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് സംഭവം വേറൊന്നുമല്ല. ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് മോശപ്പെട്ട ന്യൂസുകളൊക്കെ നമുക്ക് ഒരു PSC ആസ്പിരൻസിന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പോലും നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ഈ കാര്യം ആലോചിച്ച് ചെറിയൊരു ടെൻഷൻ മാറ്റി വെക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മൾ ആലോചിച്ചാൽ അയ്യോ എനിക്ക് ജോലി കിട്ടുമോ, ഇത്രയും പ്രശ്നം നടക്കുമ്പോൾ എനിക്ക് കിട്ടുമോ, ഇത് നമ്മൾ പഠിക്കണോ വേണ്ട, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളുടെ തന്നെ ടൈം കുറേ പോകും കേട്ടോ. അപ്പോൾ മേ ബി നമ്മളിങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. ഒരു സമയത്ത് എന്തായാലും സോൾവ് ആവാതിരിക്കുകയൊന്നുമില്ല. എല്ലാ പ്രശ്നവും ഒരു സമയത്ത് സോൾവ് ആവും. ആ സമയത്ത് അപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ കൂടെ ഇരുന്നവരൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാം അവർ ഈ സമയത്തായിരിക്കും റിവിഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മളിരുന്നിട്ട് ഇതാലോചിച്ച് സ്ട്രെസ് അടിച്ച് വല്ല ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടെങ്കിൽ അതിൽ പോയി ചർച്ച ചെയ്ത് അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള പരിപാടിക്ക് പോകണ്ട. ഇത് നമുക്കൊരു വിശ്വാസമുണ്ട്. ഇത് നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസിലെങ്കിൽ ഇരുന്ന് പഠിക്കുക. ഓക്കെ. ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ല. എന്നാലും നമ്മൾ മാക്സിമം നമ്മളുടെ ഒരു 100% എടുത്തു ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കെങ്കിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണല്ലോ ഞാനും. അതേപോലെ തന്നെ നിങ്ങളൊക്കെ വിശ്വസിക്കുക. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓക്കെ.